أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا لئن لم تنته يا نوح لتكونن من المرجومين. قال رب إن قومي كذبون فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين. فأنجيناه ومن معه في الفلك المشحون ثم أغرقنا بعد الباقين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1246 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ഖുർആനിലെ 26-ാമത്തെ അധ്യായമായ സൂറത്ത് ശുഅറയിലെ 116 മുതൽ 120 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قالوا لئن لم تنته يا نوح لتكونن من المرجومين. قال رب إن قومي كذبون فافتح بيني وبينهم فتحا ونجني ومن معي من المؤمنين. فأنجيناه ومن معه في الفلك المشحون ثم أغرقنا بعد الباقين. صدق الله العلي العظيم. സൂറത്ത് ശുഅറയിലെ 116 മുതൽ 120 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭാഗത്ത് വിവരിക്കപ്പെടുന്നത്. മൂസ അലൈഹിസ്സലാമും ഫിർഔനും തമ്മിൽ നടന്ന ആശയ സംവാദവും അതിനെ തുടർന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ സമൂഹവുമായി നടത്തിയിട്ടുണ്ടായിരുന്ന ആശയ സംവാദം, ഈ രണ്ട് സുപ്രധാനമായ ചരിത്ര സന്ദർഭങ്ങളെ പരാമർശിച്ചതിനു ശേഷം നൂഹ് അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് സൂറത്ത് ശുഅറയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വിവരിക്കുന്നത്. പ്രവാചകന്മാരോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന നിഷേധത്തിന്റെ നിലപാട് സ്വീകരിച്ച ആളുകൾ ചരിത്രത്തിൽ ഒറ്റപ്പെട്ട സംഗതിയല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പോ മക്കയിലെ ആളുകളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന നിഷേധവും കളവാക്കലും ഒക്കെ തന്നെ ചരിത്രത്തിലെ എല്ലാ ഘട്ടങ്ങളിലുമായി പ്രവാചകന്മാർ നേരിട്ട അനുഭവങ്ങളോട് സമാനമായത് തന്നെയാണ് എന്നത് പരോക്ഷമായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. മക്കയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പൂർവിക സമൂഹങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ദൈവിക നടപടികളും അവരനുഭവിക്കേണ്ടി വന്ന ദുരന്തങ്ങളും ഒക്കെ തന്നെ പാഠം ഉൾക്കൊള്ളാൻ ഉപകരിക്കുന്ന ചരിത്രത്തിലെ അമൂല്യമായ വിലപ്പെട്ട പാഠങ്ങളാണ് എന്ന നിലക്ക് കൂടിയാണ് ഇത് കേൾപ്പിക്കപ്പെടുന്നത്. നൂഹ് അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരണത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ പഠന വിധേയമാക്കുകയുണ്ടായി.
യുക്തിഭദ്രമായ നിലക്ക് കാര്യങ്ങൾ അവരോട് നൂഹ് അലൈഹിസ്സലാം വ്യക്തമാക്കി അവരോട് സംസാരിച്ചപ്പോൾ അവരുടെ പ്രതികരണം മിനുലൊക്കെ വത്തബാക്കൽ അർദലൂൻ എന്നതായിരുന്നു. നിന്നെ ഞങ്ങൾ പിൻപറ്റുകയോ നിന്റെ കൂടെയുള്ളത് നിന്നെ പിൻപറ്റിയിരിക്കുന്നത് ഈ വളരെ നിന്ദ്യരായ ആളുകളാണ് എന്നിരിക്കെ എന്നതാണ് അവര് നടത്തിയിട്ടുള്ള പ്രതികരണം. നൂഹ് അലൈഹിസ്സലാമിനോടൊപ്പം സത്യമാർഗത്തിൽ നിലകൊള്ളാൻ സന്നദ്ധരായി മുന്നിട്ട് വന്ന ആളുകള് സമൂഹത്തിലെ താഴേക്കിടയിലുള്ള ദുർബലരും അശരണരും ഒക്കെയായ അടിമകളെ പോലെയോ അതിനേക്കാൾ മോശമായ അവസ്ഥയിലോ ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആളുകളാണ് എന്നതാണ് ഈ പ്രമാണിമാർക്കും അതുപോലെ നാട്ടിലെ നേതാക്കന്മാരൊക്കെ ആയ ആളുകൾക്കൊക്കെ അവരോടൊപ്പം അണിചേരുന്നതിന് തടസ്സമായിട്ട് അവര് കാണുന്നത്. നൂഹ് അലൈഹിസ്സലാം ദൈവിക മാർഗദർശനം അനുസരിച്ച് അതിന് നൽകുന്ന പ്രതികരണം ഈ ആളുകളുടെ കർമ്മജീവിതത്തെ വിലയിരുത്താൻ ഞാന് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടില്ല. എനിക്കറിയില്ല അവരുടെ ജീവിതത്തിന്റെ മൂല്യം, അവരുടെ കർമ്മത്തിന്റെ വില എത്രത്തോളമാണ് എന്നത്. അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. എന്റെ ഈ ആളുകളുടെ എന്നോടൊപ്പം ചേർന്നിട്ടുള്ള ഈ ആളുകളുടെ കർമ്മങ്ങൾക്ക് അവരുടെ ജീവിത നിലപാടുകൾക്കൊക്കെ വിലയിടാൻ, അതിന് മൂല്യം കണക്കാക്കാൻ ഇൻ ഹിസാബുഹും ഇല്ലാ അലാ റബ്ബി, അത് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും എന്റെ നാഥനാണ്. അക്കാര്യം നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ എന്നാണ് നൂഹ് അലൈഹിസ്സലാം അവരോട് പറയുന്നത്. വമാ അനബി ത്വാരിദിൽ മുഅ്മിനീൻ, ഇവര് ദുർബലരാണ്, പിന്നാക്കം നിൽക്കുന്നവരാണ്, സമൂഹത്തിന്റെ സാമൂഹ്യ ശ്രേണിയിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണ് എന്നതിന്റെ പേരിൽ സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് കടന്നു വന്ന ഈ ആളുകളെ ആട്ടി ഓടിക്കാൻ, അവരെ അകറ്റി നിർത്താൻ ഞാൻ ഏതായാലും ഒരുക്കമേ അല്ല എന്ന കാര്യമാണ് ആ ഘട്ടത്തില് നൂഹ് അലൈഹിസ്സലാം അവരെ അറിയിക്കുന്നത്. ഇൻ അന ഇല്ലാ നദീറും മുബീൻ, ഞാനൊരു താക്കീതുകാരൻ, അതും വളരെ തെളിമയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്ന താക്കീതുകാരൻ മാത്രമായിട്ടാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ചരിത്രത്തിലുടനീളം എല്ലാ പ്രവാചകന്മാരും സ്വീകരിച്ചിരുന്ന, സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷാ നിർഭരമായ ഒരു നിലപാടാണത്. സത്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ആ മാർഗത്തിലേക്ക് കടന്നു വരാൻ സന്നദ്ധരാവുന്ന ആളുകൾ, അവരെത്ര തന്നെ താഴേക്കിടയിലുള്ള ആളുകളാണെങ്കിലും സാമൂഹ്യമായ അധമത്വം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും പല നിലക്കുമുള്ള ഉച്ചനീചത്വങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിലും അത്തരം ആളുകൾക്കൊക്കെയും തന്നെ വലിയ പ്രതീക്ഷ നൽകുന്ന, അവരുടെ വ്യക്തിത്വത്തിനും അവരുടെ കർമ്മങ്ങൾക്കും ഏറ്റവും മുന്തിയ പരിഗണന ലഭിക്കുന്ന ഒരു നിലപാടാണ് പ്രവാചകന്മാര് എല്ലാവരും തന്നെ സ്വീകരിക്കേണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരുടെയും പ്രബോധന ദൗത്യം നിർവഹിക്കപ്പെടുമ്പോൾ ആദ്യഘട്ടത്തിൽ അവരോടൊപ്പം വന്നു ചേർന്ന് അണിനിരക്കുന്നത് ഈ വിധത്തിലുള്ള പല അധമത്വവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. ഇതാണ് സമൂഹത്തിലെ പ്രമാണിമാരെ, അവിടുത്തെ നേതാക്കന്മാരും ജനങ്ങളെ സ്വാധീനിക്കുന്ന ആളുകളും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്നവരെ പ്രവാചകന്മാരുടെ പാതയിൽ നിന്ന് അകറ്റി നിർത്താൻ കാരണമാകുന്നതും അവരെ പ്രവാചകന്മാർക്ക് എതിരിൽ തിരിയുന്ന, പ്രവാചകന്മാരുടെ ശത്രുക്കളായി മാറുന്ന വിധത്തിലുള്ള നിലപാടുണ്ടാകുന്നവര് ആയി മാറാനും ഒക്കെ കാരണമായിട്ടുള്ളത്. അത് അള്ളാഹുവിന്റെ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ്. അർഹതയുള്ളവർക്കാണ് സന്മാർഗം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഔദ്ധത്യം കാണിച്ചുകൊണ്ടും അഹന്തയോടുകൂടിയും ഒക്കെ നിലകൊള്ളുന്ന ആളുകൾക്ക് സത്യമാർഗം ഉൾക്കൊള്ളാനോ പിൻപറ്റാനോ ഉള്ള ഭാഗ്യം ഉണ്ടാവുകയില്ല
എന്നതാണ് വസ്തുത. തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകൾ നോക്കാം. ഈ ആളുകൾ നാട്ടിലെ പ്രമാണിമാരും നേതാക്കന്മാരും ഒക്കെ ആയ ആളുകൾ നൂഹ് അലൈഹിസ്സലാമിന് താക്കീത് നൽകുകയാണ് അദ്ദേഹത്തിന്റെ ദൗത്യ നിർവഹണത്തിന്റെ ഘട്ടത്തില്. ഖാലു, അവര് പറഞ്ഞു, അല്ലെങ്കിൽ അവര് ഭീഷണിപ്പെടുത്തി, ഇല്ലം തൻതഹിയാ നൂഹു, നൂഹെ നീ ഈ ഏർപ്പാട് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലതകൂനന്ന മിനൽ മർജൂമീൻ, ആട്ടി ഓടിക്കപ്പെടുന്നവനായിട്ട് മാറും നീ. ഇതാണ് അവർ താക്കീത് നൽകുന്നത്. നൂഹ് അലൈഹിസ്സലാം മനുഷ്യരുടെ പ്രാഥമികമായ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകളുടെ പ്രാഥമികമായ ഡിഗ്നിറ്റിയെ അംഗീകരിച്ചുകൊണ്ട് സാധാരണ മനുഷ്യർക്ക് ഏറ്റവും അർഹിക്കുന്ന വിധത്തിൽ തന്നെയുള്ള പരിഗണന നൽകിക്കൊണ്ടുള്ള പ്രബോധന ദൗത്യം നിർവഹിച്ചപ്പോ അത് ഈ പ്രമാണിമാരെയും നേതാക്കന്മാരെയൊക്കെ പ്രകോപിപ്പിക്കുകയാണ്. ഈ താഴെക്കിടയിലുള്ള അധമന്മാരെ ഞങ്ങളെപ്പോലെ പരിഗണിക്കുകയാണോ, അല്ലെങ്കിൽ ഞങ്ങൾ അണിനിരക്കേണ്ടത് ഈ നിന്ദ്യന്മാരായ ആളുകളോടൊപ്പമാണോ എന്ന വിധത്തിലാണ് അവരുടെ പ്രതികരണം. എന്നിട്ട് അവർ താക്കീതായിട്ട് നൂഹ് അലൈഹിസ്സലാമിനോട് പറയുന്ന കാര്യം ഇതാണ്, ഇല്ലം തൻതഹിയാ നൂഹു, നൂഹെ നീ ഏർപ്പാട് മതിയാക്കിയിട്ടില്ലെങ്കിൽ, നീ സാധാരണക്കാരായ അല്ലെങ്കിൽ നിന്ദ്യന്മാരായ അധമന്മാരായ ഈ ആളുകൾക്ക് ഞങ്ങളെപ്പോലെയുള്ള പരിഗണന നൽകിക്കൊണ്ട് നടത്തുന്ന ഈ പ്രബോധന ദൗത്യം നീ അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ ലതകൂനന്ന മിനൽ മർജൂമി, നീ ആട്ടിയോടിക്കപ്പെട്ടവരിൽ പെടും എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങള് കല്ലെറിയും, ആട്ടി ഓടിക്കും, എറിഞ്ഞു കൊല്ലും. ഇതാണ് അവർ പറയുന്നതിന്റെ ചുരുക്കം. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ നീ എല്ലാ വിധത്തിലുള്ള ആക്ഷേപങ്ങൾക്കും അതുപോലെ വിമർശനങ്ങൾക്കും ആക്രമണങ്ങൾക്കും ഇരയായി മാറും. രണ്ടും സാധ്യതയുണ്ട്. അറബി ഭാഷയില് റജ്ം എന്നതിന് ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് ആക്രമിക്കപ്പെടുന്നതിനും എറിഞ്ഞോടിക്കപ്പെടുന്നതിനും ഉപയോഗിക്കുന്ന പോലെ തന്നെ ശക്തമായ ആക്ഷേപങ്ങൾക്കും വിമർശനങ്ങൾക്കും വിധേയമാക്കപ്പെടുന്നതിനും പ്രയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പൊ നീ ഏർപ്പാട് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നീ കല്ലെറിഞ്ഞ് ഓടിക്കപ്പെടുന്നവരുടെ കൂട്ടത്തില് ശക്തമായ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരുന്നവരുടെ കൂട്ടത്തിൽ പെടും. നിനക്ക് ഞങ്ങൾക്കിടയിലുള്ള ഒരു സ്വീകാര്യതയും മേലിലുണ്ടാവില്ല എന്ന് മാത്രമല്ല, നീ ആട്ടി എറിയപ്പെടും, ആട്ടി ഓടിക്കപ്പെടും, നിന്നെ സമൂഹം, ഞങ്ങൾ എല്ലാവരും തന്നെ കല്ലെറിഞ്ഞു കൊല്ലും. ഇതൊക്കെയാണ് അവര് സൂചിപ്പിക്കുന്ന കാര്യം. ഖാല, അപ്പോ നൂഹ് അലൈഹിസ്സലാം അതിനോട് പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഒരു പ്രാർത്ഥന നടത്തുകയാണ്. ഇന്ന ഖൗമി റബ്ബി ഇന്ന ഖൗമി കസ്സബൂൻ. ഇത് ഈ നാട്ടുകാരോടല്ല പറയുന്നത്, പടച്ചതമ്പുരാനോടാണ്. റബ്ബി ഇന്ന ഖൗമി കസ്സബൂൻ, എന്റെ നാഥ, എന്റെ ജനത എന്നെ തീർത്തും കളവാക്കിയിരിക്കുന്നു. എന്റെ ജനത പൂർണ്ണമായിട്ടും എന്നെ കളവാക്കി തള്ളിക്കളഞ്ഞിരിക്കുന്നു. ഫഫ്തഹ് ബൈനി വ ബൈനഹും ഫത്ഹ. അതുകൊണ്ട് എനിക്കും അവർക്കും ഇടയിൽ നീ ഒരു തീർപ്പ് കൽപ്പിക്കണമേ, ഒരു വിധി തീർപ്പ് ഉണ്ടാക്കണമേ. വനജ്നി വമം മഅയ മിനൽ മുഅ്മിനീൻ, എന്നെയും സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് എന്നോടൊപ്പം ചേർന്നിട്ടുള്ള ഈ വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്നാണ് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. സമൂഹത്തോട് അള്ളാഹുവിന്റെ ഏകത്വത്തെ മുൻനിർത്തിക്കൊണ്ട് സംസാരിച്ചു തുടങ്ങിയ ഘട്ടത്തില് അവര് എതിർപ്പ് കാണിച്ചപ്പോ നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ പറഞ്ഞു എന്നല്ല. വിശുദ്ധ ഖുർആൻ അതിന്റെ വിശദാംശങ്ങൾ വേറെ പലയിടങ്ങളിലും നൽകുന്നുണ്ട്. അതുപ്രകാരം 950 വർഷക്കാലം നൂഹ് അലൈഹിസ്സലാം അവർക്കിടയില് പ്രവർത്തന നിരതനായിക്കൊണ്ട് അവരെ സത്യമാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. പ്രതീക്ഷയറ്റ ഘട്ടത്തില് ഈ സമൂഹമോ ഇവരുടെ പിന്മുറക്കാരോ
ഒരു നിലക്കും തന്നെ വിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് കടന്നു വരികയില്ല. ഇവര് ധിക്കാരികളും താന്തോന്നികളും അതിക്രമികളുമായിട്ട് മാത്രമേ ജീവിക്കൂ. ഇവരുടെ പിറക്കാനിരിക്കുന്ന മക്കളും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവാൻ ഇടയുള്ളൂ എന്ന വിധത്തില് ആ തലമുറയുടെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സന്ദർഭത്തിലാണ് നൂഹ് അലൈഹിസ്സലാം തങ്ങൾക്കിടയിൽ തനിക്കും തന്റെ കൂടെ വന്നു ചേർന്നിട്ടുള്ള ആളുകൾക്കും ഈ എതിർപക്ഷത്ത് നിലകൊള്ളുന്നവർക്കും ഇടയിൽ നീ ഒരു തീർപ്പ് കൽപ്പിക്കണമേ എന്ന് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നു. ഇത് ഈ ജനങ്ങളുടെ താക്കീത് കൂടി വന്നതിനെ തുടർന്നാണ്. കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കപ്പെടും അല്ലെങ്കിൽ എറിഞ്ഞു കൊല്ലും എന്നൊക്കെയുള്ള അവരുടെ താക്കീത് കൂടി വന്നതിന്റെ പശ്ചാത്തലത്തില് അവരിൽ ഇനി സത്യമാർഗം ഉൾക്കൊള്ളും എന്ന പ്രതീക്ഷ വെക്കാവുന്ന വിധത്തിലായിട്ട് ആരും തന്നെ ഇല്ല എന്ന ഒരു ബോധ്യമുണ്ടായ ഘട്ടത്തിലാണ് നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. റബ്ബി ഇന്ന ഖൗമി കസ്സബൂൻ, എന്റെ നാഥ, എന്റെ ജനത എന്നെ കളവാക്കി തള്ളിയിരിക്കുന്നു, എന്നെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചിരിക്കുന്നു. ഫഫ്തഹ് ബൈനി വ ബൈനഹും ഫത്ഹ, അതുകൊണ്ട് എനിക്കും ഇവർക്കും ഇടയിൽ നീ ഒരു വിധി തീർപ്പ് നടത്തണമേ, ഒരു തീരുമാനമാക്കണമേ എന്നാണ് നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. ഫഫ്തഹ് ബൈനി വ ബൈനഹും ഫത്ഹ, എനിക്കും ഇവർക്കും ഇടയിൽ നീ വിജയത്തിന്റെ തീർപ്പ് ഉണ്ടാക്കണമേ എന്നാണ് ആ പദങ്ങൾ സൂചിപ്പിക്കുന്നത്. ആര് വിജയിക്കണം, ആര് പരാജയപ്പെടണം എന്ന കാര്യത്തില് നീ ഒരു തീരുമാനം ഉണ്ടാക്കണമേ എന്നതാണ് സൂചന. വനജ്ജിനി വമൻ മഅയ്യ മിനൽ മുഅ്മിനീൻ, എന്നെയും എന്നോടൊപ്പമുള്ള ഈ വിശ്വാസികളെയും നീ രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ എന്നുകൂടി നൂഹ് അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് എന്താണ് ഉണ്ടായത് എന്നത് അള്ളാഹു വളരെ സംക്ഷിപ്തമായിട്ട് ഇവിടെ പറയുകയാണ്. ഫഅൻജയ്നാഹു വമൻ മഅഹു, അതിനെ തുടർന്ന് നാം അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെയും രക്ഷപ്പെടുത്തുകയുണ്ടായി. ഫിൽ ഫുൽക്കിൽ മശ്ഹൂൻ, നിറഞ്ഞ ഒരു കപ്പലിൽ, കുത്തി നിറയ്ക്കപ്പെട്ട എന്നൊക്കെ വേണമെങ്കിൽ അതിനെ പലയിടത്തും വിവർത്തനം ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. ഷാഹിന എന്ന് പറഞ്ഞാല് അറബി ഭാഷയില് ഈ വലിയ ചരക്കുകൾ കയറ്റി കൊണ്ടുപോകുന്ന ട്രക്കുകൾക്കാണ് ഇന്ന് ഉപയോഗിക്കാറുള്ളത് ഷാഹിന എന്ന വാക്ക്. അതിന്റെ പാസീവ് കൺസ്ട്രക്ഷൻ ആണ് മഷ്ഹൂൻ എന്നത്. എന്ന് പറഞ്ഞാൽ ധാരാളം ചരക്കുകൾ കയറ്റി ഫുള്ളി ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനം, അത് റോഡിൽ നിരത്തിൽ ഓടുന്നതായാലും അതുപോലെ ജലോപരിതലത്തിൽ ഓടുന്നതായാലും ആകാശത്തിലൂടെ ആയാലും ഇതിന് ഈ പദം ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് ആ കൺസ്ട്രക്ഷൻ ഉള്ളത്. മഷ്ഹൂൻ എന്ന് പറഞ്ഞാൽ ഫുള്ളി ലോഡഡ് എന്നാണ് അർത്ഥം. നിറയെ ചരക്കുകൾ കയറ്റി നിറച്ചിട്ടുള്ള ഒരു, ഒട്ടും സ്പേസ് ഫ്രീ ആയി ബാക്കിയില്ലാത്ത വിധത്തില് ഫുള്ളി പാക്ഡ് ആയിട്ട് ഉള്ള എന്ന ഒരു സൂചന. നൂഹ് അലൈഹിസ്സലാമിന്റെ ആ ചെറിയൊരു സമൂഹത്തെ, സത്യവിശ്വാസം ഉൾക്കൊണ്ട ആ ചെറിയൊരു സംഘത്തെയും നൂഹ് അലൈഹിസ്സലാമിനെയും അള്ളാഹു രക്ഷപ്പെടുത്തിയതിന്റെ വിശദാംശങ്ങൾ വിശുദ്ധ ഖുർആൻ പല സൂറത്തുകളിലായിട്ട് നേരത്തെ വിവരിച്ചിട്ടുണ്ട്. ഇനിയും വരാനുള്ള പല സൂറത്തുകളിലും അതിന്റെ വിശദാംശങ്ങൾ കാണാൻ സാധിക്കും. കപ്പൽ നിർമ്മിക്കാൻ വേണ്ടി ദൈവികമായ മാർഗദർശനം നൽകപ്പെടുകയും ഒരു പർവ്വതത്തിന്റെ മുകളിലായി നൂഹ് അലൈഹിസ്സലാം കപ്പൽ നിർമ്മാണം തുടങ്ങുകയും ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്ത കഥകളൊക്കെ നമ്മൾ വിശുദ്ധ ഖുർആനിൽ കാണുന്നുണ്ട്. അങ്ങനെ കപ്പൽ നിർമ്മാണം പൂർത്തിയായതിനെ തുടർന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ ജീവജാലങ്ങളിലും പെട്ട ഒരു പേര്, ഒരു ജോഡി ആ കപ്പലില് ശേഖരിച്ച് പ്രളയത്തെ അതിജീവിച്ച് അവയുടെ വംശനാശം സംഭവിക്കാതിരിക്കുന്നതിനു വേണ്ടി അവരെ ഓരോ വിഭാഗത്തിലും പെടുന്ന ഒരു ജോഡി
ജീവജാലങ്ങളെ അതില് ശേഖരിക്കാനും സംരക്ഷിക്കാനും നിർദ്ദേശം നൽകപ്പെടുകയാണ് നൂഹ് അലൈഹി ഇസ്ലാം. അതേപോലെ തന്നെ നൂഹ് അലൈഹി ഇസ്ലാമിനോടൊപ്പം നിലകൊണ്ട അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന സത്യവിശ്വാസ മാർഗം സ്വീകരിച്ച ആളുകളെയും ആ കപ്പലിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടി അള്ളാഹു നിർദ്ദേശിക്കുകയാണ്. അങ്ങനെ ലോകത്ത് മനുഷ്യവാസമുള്ള ഭൂപ്രദേശങ്ങളെ മുഴുവനും സ്പർശിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രളയം ഉണ്ടായി. ആ പ്രളയത്തെ അതിജീവിക്കാൻ സാധിച്ചത് ഈ കപ്പലിൽ ഇടം ലഭിച്ചവര് മാത്രമാണ്. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇതിന്റെ ഒരുപാട് വിശദാംശങ്ങൾ വേറെ സൂറത്തുകളിൽ നേരത്തെ വന്നിട്ടുണ്ട്. സൂറത്ത് നൂഹിൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇനി വരാനുണ്ട്. അതുപോലെ വേറെ പല സൂറത്തുകളിലും ഈ പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. അവയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും അറിയുന്ന സംഭവ കഥകളായതുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. അള്ളാഹു ഇവിടെ പറയുന്നത് കുത്തി നിറയ്ക്കപ്പെട്ട ഫുള്ളി ലോഡഡ് ആയ ആ കപ്പലിൽ നാം അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരെയും രക്ഷപ്പെടുത്തുകയുണ്ടായി. സുമ്മ അഗ്റഖ്ന ബഅദുൽ ബാഖീൻ, പിന്നെ അതിനുശേഷം ബാക്കിയുള്ളവരെയൊക്കെ നാം മുക്കിക്കൊല്ലുകയും ചെയ്തു. സുമ്മ അഗ്റഖ്ന, നാം മുങ്ങി മരിക്കാൻ ഇടയാക്കി. ആരെയാണ്? അതിനുശേഷം അൽ ബാഖീൻ, ബാക്കിയുള്ള അവശേഷിച്ചിരുന്ന മുഴുവൻ ആളുകളെയും ആ പ്രളയത്തില് മുങ്ങി മരിക്കാൻ സാഹചര്യം ഒരുക്കുകയും ചെയ്തു എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സുമ്മ അഗ്റഖ്ന ബഅദു, പിന്നീട് നാം മുക്കിക്കൊല്ലുകയുണ്ടായി അൽ ബാഖീൻ, ശേഷിച്ചവരെയൊക്കെ. അപ്പൊ നൂഹ് അലൈഹി ഇസ്ലാമിനെ പിൻപറ്റാൻ സന്നദ്ധരായിക്കൊണ്ട്, സത്യവിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം നിലകൊള്ളാൻ സന്നദ്ധരായ വളരെ പരിമിതമായ എണ്ണം ആളുകൾ മാത്രമാണ് പ്രളയത്തെ അതിജീവിക്കുന്നത്. ബാക്കിയുള്ള മനുഷ്യരൊക്കെയും തന്നെ തുടർന്നുണ്ടാവുന്ന ആ അതിഭീകരമായ പ്രളയം, അതിന് ദ ഗ്രേറ്റ് ഡെല്യൂജ് എന്നാണ് ബൈബിളിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ പരാമർശിക്കാറുള്ളത്. അതിഭീകരമായ പ്രളയം. അതുപോലെയുള്ള ഒരു പ്രളയത്തെ കുറിച്ചുള്ള പരാമർശങ്ങൾ ലോകത്തെ അറിയപ്പെടുന്ന മിക്ക നാഗരികതയുടെയും ചരിത്രത്തിലും നമുക്ക് കാണാൻ കഴിയും. സൂചിപ്പിക്കപ്പെടുന്നത് മനുഷ്യോൽപത്തിയുടെ കാലം മുതൽ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലം വരെയുള്ള ഘട്ടം മനുഷ്യ സമൂഹം ഒരൊറ്റ സമുദായമായിരുന്നു എന്നതും, പ്രളയത്തിന് ശേഷം പ്രളയത്തെ അതിജീവിച്ച ആളുകള്, അവരുടെ പിന്മുറക്കാര് പുതിയ സാങ്കേതിക വിദ്യയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു എന്നതും, ഈ വ്യത്യസ്ത മേഖലകളിലേക്ക് നീങ്ങിയ മുഴുവൻ സമൂഹങ്ങളിലും ഈ പ്രളയത്തിന്റെ സ്മൃതി നിലനിൽക്കുകയും ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായ പ്രളയം, ആ പ്രളയത്തിന്റെ സ്മൃതി ഈ പിൽക്കാലത്ത് അതിജീവിച്ചുകൊണ്ട്, പ്രളയത്തെ അതിജീവിച്ച് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ച മുഴുവൻ മനുഷ്യ സമൂഹത്തിന്റെയും മെമ്മറിയിൽ, അവരുടെ സ്മൃതിയിൽ വളരെ വിദൂരമായ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സംഭവം എന്ന നിലക്ക് ഒരു പ്രളയത്തെ കുറിച്ചുള്ള പരാമർശങ്ങള് അവരുടെ രചനകളിലൊക്കെ വരുന്നത് കാണാൻ സാധിക്കും. എന്തായാലും അള്ളാഹുവോട് സൂചിപ്പിക്കുന്നത് നൂഹ് അലൈഹി ഇസ്ലാമിനെയും അദ്ദേഹത്തോടൊപ്പം നിലകൊണ്ട ആളുകളെയും നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. കുത്തി നിറയ്ക്കപ്പെട്ട ഫുള്ളി ലോഡഡ് ആയ ഒരു കപ്പലിലായിട്ട് ബാക്കിയുള്ളവരെ മുഴുവനും നാം മുക്കിക്കൊല്ലുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. അപ്പോ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാമർശങ്ങൾ കൂടി തുടർന്നുള്ള ആയത്തുകളിൽ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് അടുത്ത ദിവസം മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇന്നത്തെ സെഷൻ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില കുറിപ്പുകളൊക്കെ എഴുതിയതിനോടൊരു പ്രതികരണം നടത്തിക്കൊണ്ട് ഇന്നത്തെ ഈ സംസാരം അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് എല്ലാം തന്നെ ഉന്നയിച്ചിട്ടുള്ളത് ചിന്മയ എന്ന പേരിലുള്ള പ്രൊഫൈലിൽ നിന്നാണ്. ഞാൻ ഓരോന്നും വായിക്കുകയും വളരെ സംക്ഷിപ്തമായിട്ട് മാത്രം പ്രതികരിക്കുകയും ചെയ്യാം.
ഇതര വിശ്വാസങ്ങളെ ഇത്രയും നിന്ദിക്കുന്നത് സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുകയില്ലേ? ഇതല്ലേ ഇന്ന് ലോകമാകെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. ഇതര വിശ്വാസങ്ങള് എല്ലാം അക്കോമഡേറ്റ് ചെയ്യപ്പെടുക, എല്ലാവർക്കും അവരുടെ വിശ്വാസം നിലനിർത്തിക്കൊണ്ട് നിലകൊള്ളുക, ഇതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന എന്നല്ല, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച ഡോക്യുമെന്റ്സ് എന്നല്ല, പടച്ച തമ്പുരാൻ സൃഷ്ടിപ്പിൽ തന്നെ എല്ലാവർക്കും നൽകിയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. അവർക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കുക എന്നത്. അതിന്റെ അർത്ഥം ആശയ സംവാദം പാടില്ല എന്നോ, സത്യം അസത്യത്തെ ബുദ്ധിപരമായ തലത്തില് യുക്തിപരമായ തലത്തില് പരാജയപ്പെടുത്തരുത് എന്നൊന്നുമല്ല. മനുഷ്യർക്ക് അവരുടെ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും കാര്യങ്ങളെ മാറ്റിവരച്ച് കാണാനും ഇഷ്ടമുള്ള വഴി തിരഞ്ഞെടുക്കാനുമുള്ള സ്വാതന്ത്ര്യം ജന്മപരമായി തന്നെ നൽകപ്പെട്ടിട്ടുള്ളതാണ്. അത് പടച്ചതമ്പുരാൻ പലയിടങ്ങളിലായിട്ട് വിശുദ്ധ ഖുർആനിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. അള്ളാഹുവിന്റെ ഈ ദീനില്, ഈ ജീവിത വ്യവസ്ഥയില് നിർബന്ധിക്കുന്ന ഒരു വിഷയമില്ല. പക്ഷേ സത്യവും അസത്യവും സന്മാർഗവും ദുർമാർഗവും വേർപെടുത്തപ്പെടും. അത് വ്യക്തമായിട്ടും തെളിമയോടുകൂടി വേർതിരിക്കപ്പെടും. ഇത് അള്ളാഹു വെച്ചിരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇസ്ലാമിക ദർശനത്തിന്റെ അകക്കാമ്പ് തന്നെ മനുഷ്യർക്ക് സത്യം കണ്ടെത്തി അത് ഉൾക്കൊള്ളാൻ അവസരം ഉണ്ടാവുക എന്നതാണ്. അതുകൊണ്ട് ഇതര വിശ്വാസങ്ങളെ ഇത്രയും നിന്ദിക്കുന്നത് സമൂഹത്തിൽ അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കുകയില്ലേ എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. ഇതര വിശ്വാസങ്ങളെ നിന്ദിക്കുകയല്ല, അവയുടെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്നത്. ആരെയും അനാദരിക്കുകയോ ആരെയെങ്കിലും ഏതെങ്കിലും വിധത്തില് അപമാനിതരാക്കുകയോ ചെയ്യുകയല്ല, മറിച്ച് സത്യവിശ്വാസം അല്ലാത്ത മാർഗങ്ങള്, അള്ളാഹുവിന്റെ ഏകത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ളതല്ലാത്ത എല്ലാ വിശ്വാസങ്ങളും അബദ്ധമാണ്, ഏറ്റവും വലിയ മൗഢ്യമാണ് എന്നത് വ്യക്തമാക്കി കാണിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആൻ ചെയ്യുന്ന കാര്യം. അത് തീർച്ചയായിട്ടും ആളുകൾക്ക് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനും എന്നിട്ട് അവർക്ക് സത്യമെന്ന് ബോധ്യപ്പെടുന്നത് തിരഞ്ഞെടുക്കാനും വളരെ അനിവാര്യമായ ഒരു പ്രക്രിയയാണ് താൻ. ഇതാണ് ലോകത്തെല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണമാകുന്നത് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ചില പ്രശ്നങ്ങളൊക്കെ സത്യവും അസത്യവും തമ്മിലുള്ള മാറ്റുരക്കൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന്റെ കാരണം സത്യം ഉദ്ഘോഷിക്കപ്പെടുന്നു എന്നതുകൊണ്ടല്ല, സത്യം ഉൾക്കൊള്ളാൻ നിഷേധികളായ ആളുകൾ സന്നദ്ധരാവാതിരിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് അവര് തിരുത്തുകയാണ് വേണ്ടത്, അല്ലാതെ സത്യം വളച്ചു വെച്ച് അസത്യത്തിന് അനുകൂലമായി നിന്നു കൊടുക്കുക എന്നതല്ല അതിനുള്ള പരിഹാരം. അസത്യമല്ല വിജയിക്കേണ്ടത്, സത്യമാണ് വിജയിക്കേണ്ടത് എന്നതില് തർക്കമുള്ള ആരെങ്കിലും ഉണ്ടാവുമോ? ഒരാളും ഉണ്ടാവില്ല. സത്യമല്ല വിജയിക്കേണ്ടത്, അസത്യമാണ് വിജയിക്കേണ്ടത് എന്ന അഭിപ്രായം ആർക്കും ഉണ്ടാവില്ല. പക്ഷെ സത്യം ഏതാണ് എന്ന കാര്യം തീരുമാനിക്കുന്നതിലാണ് തർക്കവും വിയോജിപ്പും ഒക്കെ ഉണ്ടാവുക. അപ്പോ മനുഷ്യന് പടച്ച തമ്പുരാൻ നൽകിയിട്ടുള്ള യുക്തിബോധത്തിന്റെയും അതുപോലെ ബുദ്ധിപരതയുടെയും അടിസ്ഥാനത്തില് കാര്യങ്ങളെ വിലയിരുത്തി സത്യം ഉൾക്കൊള്ളാൻ ഈ നിഷേധ നിലപാടുകളും സ്വാർത്ഥമായ ഭൗതിക താല്പര്യങ്ങളുമായിട്ട് നടക്കുന്ന ആളുകള് അതിന് സന്നദ്ധമായാൽ ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ചരിത്രഘട്ടങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട് താൻ. അതുകൊണ്ട് അസത്യം വിജയിക്കട്ടെ, അല്ലെങ്കിൽ അസത്യം പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി, സങ്കീർണത ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സത്യം അങ്ങ് തോറ്റുകൊടുത്തേക്ക് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ആ ഒരു സംഗതിയോട് ഇസ്ലാമിനോ വിശുദ്ധ ഖുർആനോ യാതൊരു യോജിപ്പുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി തിരഞ്ഞെടുക്കാം. മറ്റൊന്ന്, അള്ളാഹു ഉൾപ്പെടെ എല്ലാം യാതൊരു തെളിവും ഇല്ലാത്ത വിശ്വാസങ്ങളല്ലേ? അല്ല, അള്ളാഹു എന്ന വിശ്വാസം, അള്ളാഹുവിലുള്ള വിശ്വാസമാണ് തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസം. ബാക്കിയുള്ളതാണ് അബദ്ധങ്ങൾ. ഇത് നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞത് കൊണ്ട് അങ്ങനെ എല്ലാം ഒരുപോലെ അടിസ്ഥാനരഹിതമാണ് എന്ന് വരില്ല. കാരണം നിങ്ങൾക്കറിയാം, ഒരു വിഗ്രഹത്തിന്റെ കാര്യം എടുത്താൽ, ഒരു ആൾ ദൈവത്തിന്റെ കാര്യം എടുത്താൽ അത് എന്നുണ്ടായി എന്നത് നിങ്ങൾക്ക് അറിയാലോ.
ആ വിഗ്രഹം രൂപപ്പെടുന്നതിന് മുമ്പ് അത് എന്തൊക്കെ രാസപദാർത്ഥങ്ങളായിരുന്നു എന്നതും നിങ്ങൾക്കറിയാം. ഇനി നൂറ്റാണ്ടുകളോ അല്ലെങ്കിൽ സഹസ്രാബ്ദങ്ങളോ എടുത്തുകൊണ്ട് ആ വിഗ്രഹങ്ങളോ അതുപോലെയുള്ള സംഗതികളോ നശിച്ചു പോകുമ്പോ അപ്പൊ വീണ്ടും അതെന്താണ് ആയി മാറുന്നത് എന്നതും നിങ്ങൾക്കറിയാം. അപ്പോ യാതൊരു ദിവ്യത്വവും ഇല്ലാത്ത ആ യഥാർത്ഥമായ കാര്യങ്ങളെ സത്യം ആണ്, അല്ലെങ്കിൽ അത് അതുപോലെയാണ് പ്രപഞ്ചനാഥനായ അള്ളാഹു എന്ന്, പ്രപഞ്ച സൃഷ്ടാവായ ദൈവം എന്ന് പറയുന്നത് തന്നെ നിങ്ങളുടെ ബുദ്ധിപരമായ സത്യസന്ധത ഇല്ലായ്കയാണ്. പ്രപഞ്ച സൃഷ്ടാവിന്റെ പേര് നിങ്ങൾ അറബിയിൽ വിളിച്ചാലും മറ്റേത് ഭാഷയിൽ വിളിച്ചാലും അവൻ പ്രപഞ്ച സൃഷ്ടാവാണ്. നിങ്ങളുടെ സൃഷ്ടാവാണ്, എന്റെ സൃഷ്ടാവാണ്. ഇത് മുസ്ലിങ്ങളുടെയോ ലോകത്തെ പ്രവാചകന്മാര് പ്രതിദാനം ചെയ്യുന്ന സമൂഹങ്ങളുടെയോ മാത്രം സൃഷ്ടാവല്ല. അവരെയൊക്കെ നിഷേധിക്കുകയും തള്ളിക്കളയുകയും ഒക്കെ ചെയ്ത ആളുകൾ ഉൾപ്പെടെയുള്ള സകലത്തിന്റെയും സൃഷ്ടാവായ റബ്ബ്, അതാണ് റബ്ബുൽ ആലമീൻ എന്ന് വിശുദ്ധ ഖുർആൻ വിവരിക്കുന്ന ഏകനായ ദൈവം എന്ന സംഗതി. അപ്പൊ ഈ കാര്യം ഇതുപോലെയാണ് നിങ്ങൾ ഇന്നലെയും മിനിയാന്നുമായി ഉണ്ടാക്കിയ വിഗ്രഹങ്ങള്, അല്ലെങ്കിൽ നിങ്ങൾ ഇന്നലെയും മിനിയാന്നുമായിട്ട് ഭൂമുഖത്ത് വന്ന പല ആളുകളും ദിവ്യത്വം ചമഞ്ഞ് നടക്കുന്നവർ സാഹചര്യം ഉണ്ടായപ്പോ അവര് എന്ന് സങ്കല്പിക്കുന്നത് തന്നെ വളരെ മൂഢമായ, വളരെ ബുദ്ധിരഹിതമായ ഒരു കാര്യമാണ്. അത് രണ്ടും ഒരുപോലെയല്ല. എന്നിട്ടും എന്റെ മാത്രം ശരി മറ്റെല്ലാം തെറ്റ് എന്ന് പറയുന്നതും മറ്റു വിശ്വാസങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഒരു സഭ്യ സമൂഹത്തിന് ചേർന്നതാണോ എന്നതാണ്. അപ്പോ എന്റെ വിശ്വാസം മാത്രം ശരി എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. കാരണം അത് ശരിയായതുകൊണ്ടാണ് ഒരാൾ അത് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് ന്യായം അർഹിക്കുന്ന ഒരു സംസാരമാണ്, സംവാദമാണ്. കാരണം ഒരേ കാര്യത്തിൽ ഒരുപാട് ശരികൾ ഉണ്ടാവില്ല. പ്രപഞ്ചത്തിന് ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്ന ഒരു ആശയവും ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന മറ്റൊരാശയവും ഒരേ സമയത്ത് ശരിയാവുകയില്ല. ഏതെങ്കിലും ഒന്നേ ശരിയാവുകയുള്ളൂ. അതുകൊണ്ട് എന്റെ വിശ്വാസമാണ് മാത്രമാണ് ശരി, ബാക്കിയുള്ളത് തെറ്റാണ് എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്നതിൽ യാതൊരു അബദ്ധവുമില്ല. അയാൾ പറയുന്നത് അയാൾ സത്യത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ പറയുന്നതിൽ തെറ്റൊന്നുമില്ല. അതേ സമയത്ത് മറ്റു വിശ്വാസങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഒരു സഭ്യ സമൂഹത്തിന് ചേർന്നതാണോ എന്ന് ചോദിച്ചാൽ മറ്റു വിശ്വാസങ്ങൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഒരു സമൂഹത്തിനും ചേരുന്നതല്ല. അങ്ങനെ ചെയ്യാൻ ഇസ്ലാം പഠിപ്പിക്കുന്നുമില്ല. മനുഷ്യനെ ബുദ്ധിപരമായി കാര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടിയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റു വിശ്വാസങ്ങള് കൊണ്ട് നടക്കുന്ന ആളുകളോട് വിദ്വേഷം ഉണ്ടാക്കാനല്ല, അവരോട് സ്നേഹത്തിന്റെയും സൗഹാർദ്ദത്തിന്റെയും ഭാഷയിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പ്രയത്നിക്കാനാണ് അള്ളാഹു ആവശ്യപ്പെട്ടിട്ടുള്ളത്, പഠിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ മറ്റുള്ള വിശ്വാസധാരകളിലുള്ള ആളുകൾ അവരുടെ ബുദ്ധിപരമായ, ചിന്താപരമായ, ദൈക്ഷണികമായ അടിത്തറ തകരുമ്പോ ചിലപ്പോ അക്രമാസക്തരായി മാറുകയും പ്രവാചകന്മാരുടെ പാത പിൻപറ്റുന്നവരെ ദ്രോഹിക്കാൻ ഒരുങ്ങുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ ഉണ്ടാവും. അതിന്റെ കാരണം തീർച്ചയായിട്ടും സത്യനിഷേധത്തിന്റെ മാർഗത്തിൽ നിലകൊള്ളുന്ന ആളുകള് കണ്ണു തുറക്കാനും സത്യം ഉൾക്കൊള്ളാനും സന്നദ്ധരാവാതെ പ്രകോപിതരായിക്കൊണ്ട് അക്രമാസക്തരാവുന്നതാണ് അതിനുള്ള കാരണം എന്നത് ഒരു തർക്കമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. മറ്റൊരു ചോദ്യം, വിഗ്രഹങ്ങൾ ദൈവങ്ങളല്ല, അങ്ങനെയാണ് എന്ന് തെറ്റായ ധാരണയാണ് ഇവിടെ പ്രചരിപ്പിക്കുന്നത്. വിഗ്രഹങ്ങൾ ഈശ്വര ആരാധനയ്ക്കുള്ള ഒരു മാധ്യമം മാത്രമാണ് എന്ന് ആർക്കാണ് അറിയാത്തത് എന്നതാണ്. വിഗ്രഹങ്ങൾ ദൈവങ്ങളല്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞത് ഏതായാലും നന്നായി. അങ്ങനെ പറയാൻ സന്നദ്ധത കാണിക്കണം. അതാണ് ഒരു തലത്തിലുള്ള സത്യസന്ധത. പക്ഷെ അങ്ങനെയാണ്, വിഗ്രഹങ്ങൾ ദൈവങ്ങളാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യര് ഭൂമുഖത്തുണ്ട്. മാത്രവുമല്ല, വിഗ്രഹങ്ങളായിട്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ
കോൺസിക്രേറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്ന പ്രക്രിയ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ വിഗ്രഹങ്ങളെ കല്ലോ മണ്ണോ ലോഹമോ ആയി കാണുന്ന ഒരു ഏർപ്പാട് അത്തരം സമൂഹങ്ങളിലില്ല. എന്നല്ല, ആ വിഗ്രഹങ്ങളുടെയോ അല്ലെങ്കിൽ പ്രതിഷ്ഠകളുടെയോ ഒരു തരിമ്പോ കഷ്ണമോ എവിടെയോ കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് കിടന്ന മണ്ണിന് അവകാശം ഉന്നയിച്ചു വരുന്ന ഒരു സംസ്കാരമാണ് നമ്മളിവിടെ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കല്ലായിട്ടോ മണ്ണായിട്ടോ ലോഹമായിട്ടോ അത് വളരെ അപ്രസക്തമായൊരു സംഗതി എന്നുള്ള നിലക്ക് കാണാൻ ഈ വിഗ്രഹാരാധകരാരും സന്നദ്ധരാവാറില്ല. മാത്രമല്ല, നമ്മുടെ സമീപകാല ചരിത്രത്തിൽ തന്നെ കാണാൻ കഴിയുന്നത് എത്രയോ മുസ്ലിം പള്ളികളുടെ നേരെ ഇത്തരം അവകാശവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവന്നുകൊണ്ട് അതൊക്കെ പൊളിച്ചു മാന്തി അതിനടിയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ശിവലിംഗത്തിന്റെ കഷ്ണമോ അല്ലെങ്കിൽ ഏതെങ്കിലും വിഗ്രഹത്തിന്റെ രാമപ്രതിഷ്ഠയുടെയോ അല്ലെങ്കിൽ ശ്രീരാമ വിഗ്രഹത്തിന്റെയോ കഷ്ണങ്ങൾ കിടക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിച്ച് നോക്കിയിട്ട് ഇവിടെ അതിന് തീരുമാനം ഉണ്ടാക്കണം എന്ന് പോലും പറഞ്ഞുകൊണ്ട് ഇവിടെ വലിയ സാമൂഹ്യ സംഘർഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ. അപ്പൊ നിങ്ങൾ പറയുന്ന പോലെ നിർദോഷികളായ സംഗതികളല്ല വിഗ്രഹങ്ങൾ. വിഗ്രഹങ്ങൾ കല്ലാണ്, മണ്ണാണ്, ലോഹമാണ്, മരമാണ് എന്നൊക്കെ അറിയുന്നവര് തന്നെ അവയെ ദൈവങ്ങളായി കണ്ടുകൊണ്ടും പ്രതീകാത്മകമായ പ്രാധാന്യം അവയ്ക്ക് കൽപ്പിച്ചുകൊണ്ടും ഈ അബദ്ധങ്ങള് ശിരസിലേറ്റി നടക്കുന്നവരും അതിന്റെ പേരിൽ വലിയ സംഘർഷങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുന്നവരും ആണ്. ഇത് ഒരു ദിവ്യത്വവും ഇല്ലാത്ത വെറും പദാർത്ഥങ്ങൾ മാത്രമാണ് എന്ന യാഥാർത്ഥ്യം പിന്നീട് അവരാരും മുന്നോട്ട് വെക്കാറില്ല. അത് മുൻനിർത്തിക്കൊണ്ട് നിലപാടുകൾ സ്വീകരിക്കാറുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആശയം ചരിത്രത്തിലുടനീളം തന്നെ അബദ്ധമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത അള്ളാഹു മരണശേഷം കണക്ക് നോക്കി ശിക്ഷയും പ്രതിഫലവും നൽകും എന്ന് പറയുന്നത് വിശ്വാസയോഗ്യമാവുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ശ്വസിക്കുന്നുണ്ട്, നിങ്ങൾ കുടിനീരിറക്കുന്നുണ്ട്, നിങ്ങളുടെ രക്തം ശരീരത്തിലെ ധമനികളിലൂടെ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ ആര് ചെയ്തതാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ ചർമ്മത്തിൽ മുറിവേറ്റാൽ ആ മുറി കൂടി പിന്നീട് അവിടെ ഹീൽ ചെയ്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരപരമായ പല വ്യവസ്ഥകളും പ്രവർത്തനക്ഷമം ആകുന്നുണ്ട്. നിങ്ങൾക്ക് മക്കൾ ജനിക്കുന്നുണ്ട്, നിങ്ങൾ തന്നെ മരിച്ചു പോകും. ഇതൊക്കെ ആര് ചെയ്യുന്നതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് ശ്വാസവായു ഈ ഭൂമുഖത്ത് ലഭിക്കുന്നുണ്ട്. ആരാണിത് സജ്ജീകരിച്ചിട്ടുള്ളത്? അതിനൊരു എക്സ് നിങ്ങൾ പേരിട്ടോളൂ. അതിന്റെ പേരാണ് അള്ളാഹു, അതിന്റെ പേരാണ് ദൈവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഭൂമിയിൽ ഒന്നും ചെയ്യാത്ത അള്ളാഹു എന്ന നിങ്ങളുടെ പരാമർശം തന്നെ വലിയ അബദ്ധമാണ്. മരണശേഷം കണക്ക് നോക്കി ശിക്ഷയും പ്രതിഫലവും നൽകും എന്നത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. വിശുദ്ധ ഖുർആനിൽ മാത്രമല്ല പൂർവിക വേദങ്ങളിലൊക്കെ തന്നെ പടച്ച തമ്പുരാൻ വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. മറ്റൊന്ന്, അത് പരലോകത്തെ കുറിച്ച് നിലനിൽക്കുന്ന അജ്ഞതയെ ചൂഷണം ചെയ്യുക എന്ന തന്ത്രം മാത്രമല്ലേ എന്നാണ്. അത് ചൂഷണം മാത്രം ചെയ്ത് ശീലിച്ച ആളുകൾക്ക്, ചൂഷണത്തെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഹക്ക് വന്ന് പറയുന്ന ആളുകളെ കുറിച്ചും അങ്ങനെയൊക്കെ തോന്നിയെന്ന് വരും. അതുകൊണ്ട് നിങ്ങളൊരു ആത്മവിചാരണ നടത്തിയിട്ട് ഈ സത്യം മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ ജീവിതം ഒന്ന് പഠിച്ചു നോക്കുക. എന്നിട്ട് അവര് ചൂഷകരായിരുന്നോ അതോ വിമോചകരായിരുന്നോ എന്ന കാര്യം നിങ്ങൾ സ്വയം തീരുമാനിക്കുക. മറ്റൊന്ന്, മൃഗങ്ങൾക്കും ഈ ശാരീരിക സൗകര്യങ്ങളെല്ലാം ലഭ്യമാണ്. പക്ഷെ ആ മൃഗങ്ങളുടെ ആരാധന വേണമെന്ന് അള്ളാഹു നിർബന്ധിക്കുന്നില്ല. ഇതിൽ എല്ലാം വ്യക്തമല്ലേ എന്നാണ്. ഈ ചോദ്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും മനസ്സിലായ ഒരു സംഗതി വെച്ചുകൊണ്ട് ഞാൻ ഒരു പ്രതികരണം നടത്താം. എന്താണെന്ന് പറഞ്ഞാൽ, മൃഗങ്ങൾക്ക് മനുഷ്യരെ പോലെയുള്ള ഒരു ചോയ്സിനുള്ള അവസരം കൊടുത്തിട്ടില്ല. മനുഷ്യർക്ക് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടുമുണ്ട്. മൃഗങ്ങൾ കാണിക്കുന്ന അതേ വിധേയത്വവും സമർപ്പണവുമാണ് മനുഷ്യരിൽ നിന്നും അള്ളാഹു തേടുന്നത് എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. യഥാർത്ഥത്തില് മൃഗങ്ങൾ കാണിക്കുന്ന വിധേയത്വമല്ല, ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ മാറ്റുരച്ച് മനസ്സിലാക്കിയിട്ട്
നല്ല ഉത്ബുദ്ധതയോടുകൂടിയുള്ള നിലപാട് സ്വീകരിക്കാനും കർമ്മ ജീവിതം നയിക്കാനുമാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. മൃഗങ്ങളുടേത് ഒരു മെക്കാനിക്കലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു പ്രോസസ്സറാണ് മൃഗങ്ങൾക്കുള്ളത് എന്ന് കാണാൻ കഴിയും. അത് ഒരു ചാവി കൊടുത്തു വിട്ട ഒരു ഉപകരണം പോലെ മരണം വരെ അങ്ങനെ ആ രീതിയിലാണ്. ഇപ്പൊ ഒരു പശു നിർവഹിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്കറിയാം, അതിന്റെ ധർമ്മം. അത് പുല്ല് തിന്നുന്നു, പാല് ഉൽപ്പാദിപ്പിക്കുന്നു, പ്രജനനം നടത്തുന്നു, അതിന്റെ മാംസവും ശരീരമൊക്കെ വളർച്ച നേടുന്നു, അത് മനുഷ്യന് ഉപകരിക്കുന്ന വിധത്തില് അത് പുഷ്ടിപ്പെടുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു പ്രക്രിയ നമുക്ക് കണ്ടുകൊണ്ടിരിക്കും. ഇതല്ലാത്ത ഒരു സംഗതിയും പശുക്കൾ ചെയ്യുന്നതായിട്ട് നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദങ്ങളോ അവയെക്കുറിച്ച് ഗവേഷണം ചെയ്താൽ നമുക്ക് കാണാൻ സാധ്യമല്ല. ഒരു പശുവും ഒരു ഐൻസ്റ്റൈനോ ഒരു ന്യൂട്ടനോ ഒരു സ്റ്റീഫൻ ഹോക്കിങ്ങോ ആയിട്ട് രംഗത്ത് വന്നതോ എന്തെങ്കിലും ബുദ്ധിപരമായ മുന്നേറ്റം ഉണ്ടാക്കിയതായിട്ടോ നമുക്ക് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് മൃഗങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ള അതേ കാര്യമല്ല മനുഷ്യരോട് ആവശ്യപ്പെട്ടത്. മനുഷ്യന് തിരിച്ചറിവോടുകൂടി വിധേയപ്പെടാനാണ് അള്ളാഹു ആവശ്യപ്പെട്ട കാര്യം. നിങ്ങൾ കാര്യങ്ങൾ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. ഇതൊക്കെ മനുഷ്യരെ സംഘടിപ്പിച്ച് അവരെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം സന്നദ്ധരായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ളതല്ലേ എന്നതാണ് മറ്റൊരു നിരീക്ഷണം അദ്ദേഹം നടത്തിയിട്ടുള്ളത്. മനുഷ്യരെ സംഘടിപ്പിച്ചുകൊണ്ട് അങ്ങനെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം നയിക്കുന്നവരും ആക്രമണോത്സുകരാക്കി വിടുന്നവരും ഒക്കെ ആയിട്ടുള്ള സംഘങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന RSS, പണ്ട് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഫാഷിസ്റ്റ് പ്രസ്ഥാനങ്ങള്, ഇവരൊക്കെ തന്നെ ആ കാറ്റഗറിയിൽ കാണാൻ കഴിയും. എന്നാൽ ഒരു ലോകത്തിന്റെ ഒരു ഭൂപ്രദേശത്തും രംഗത്ത് വന്നിട്ടുള്ള പ്രവാചകന്മാരുടെ മാർഗം അവലംബിക്കുന്ന സമൂഹങ്ങള് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഒരു പ്രവാചകനും പ്രവാചകന്മാരുടെ അനുയായികളും അങ്ങനെയുള്ള രണോത്സുകത കാണിക്കുകയോ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി അവരെ യുദ്ധസന്നദ്ധരാക്കി എടുക്കുകയോ ചെയ്യുന്ന ഒരു കാര്യമല്ല. അവര് ധർമാധർമ്മ യുദ്ധങ്ങളാണ് നയിച്ചിട്ടുള്ളത്. അധർമ്മത്തെ പരാജയപ്പെടുത്തി ധർമ്മത്തെ പുനഃസ്ഥാപിച്ച് ലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാക്കുക എന്നതാണ് ഭാരതീയ പശ്ചാത്തലത്തിൽ പോലും ദൗത്യം നിർവഹിച്ചിട്ടുണ്ടാവാൻ ഇടയുള്ള പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത് എന്നത് കാണാൻ സാധിക്കും. ഇക്കാര്യത്തില് ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രവാചകനും വ്യത്യസ്തമായ ഒരു കാര്യമല്ല ചെയ്തിട്ടുള്ളത് എന്നതാണ് വസ്തുത. അനാവശ്യമായി ജനങ്ങളെ സംഘടിപ്പിച്ച് അക്രമത്തിന്റെ മാർഗത്തിലേക്ക് ആളുകളെ നയിച്ചു കൊണ്ടുപോയി ആളുകളെ തല്ലിക്കൊല്ലുകയും അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചില സമൂഹങ്ങളെ തെരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഘങ്ങള് ചരിത്രത്തിൽ നമുക്ക് വേറെ കാണാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ശരിയായ നിലക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ സെഷൻ. ഇദ്ദേഹം തന്നെ ഉന്നയിച്ചിട്ടുള്ള വേറെയും 5-6 കാര്യങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിൽ അവയും നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.